ഇന്ത്യ പാകിസ്ഥാനി സ്വവർഗ പ്രണയിനികളായ രണ്ട് പെൺകുട്ടികൾ 2019 തങ്ങളുടെ പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ അത് സോഷ്യൽ മീഡിയയിലും പുറത്തും വലിയ ചർച്ചയായിരുന്നു. 5 വർഷങ്ങൾക്ക് മുൻപാണ് അഞ്ജലി ചക്രയും സൂഫി മാലിക്കും ഫോട്ടോഷൂട്ട് നടത്തി തങ്ങളുടെ പ്രണയം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ വിവാഹത്തിന് ആഴ്ചകൾ മുൻപ് തങ്ങൾ വേർപിരിയുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരുവരും. അഞ്ജലിയും സൂഫിയും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വേർപിരിയുന്നതായി അറിയിച്ചത്. സൂഫിയും താനും ഒരുമിച്ചുള്ള 5 വർഷം സ്നേഹം നിറഞ്ഞതും മനോഹരവുമായിരുന്നുവെന്നാണ് അഞ്ജലി കുറിച്ചത്. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും തങ്ങളുടെ യാത്രയിൽ ഒരു പ്രത്യേക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് അഞ്ജലി വ്യക്തമാക്കുന്നത്. താൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയേക്കാമെന്നും അഞ്ജലി പറയുന്നുണ്ട്. സൂഫിയുടെ വിശ്വാസവഞ്ചനയെ തുടർന്ന് വിവാഹം വേണ്ടെന്ന് വെക്കാനും ബന്ധം അവസാനിപ്പിക്കാനും തീരുമാനിച്ചെന്നാണ് അഞ്ജലി ഇൻസ്റ്റഗ്രാമിലൂടെ വ്യക്തമാക്കുന്നത്. സൂഫിയോട് ഒരു തരത്തിലും മോശമായി പെരുമാറരുതെന്നും വിഷമകരമായ ഈ തീരുമാനത്തെ മാനിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അഞ്ജലി കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതേസമയം അഞ്ജലിയുമായുള്ള വേർപിരിയലിനെ കുറിച്ച് സൂഫിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അഞ്ജലിയുമായുള്ള തന്റെ ബന്ധത്തിൽ വലിയൊരു വഴിത്തിരിവ് ഉണ്ടായിട്ടുണ്ടെന്നാണ് സുഫി പറഞ്ഞത്. വിവാഹത്തിന് ഏതാനും ആഴ്ചകൾ മുൻപ് താൻ അവളെ വഞ്ചിച്ചു. അവളെ അത് വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തു. ചെയ്ത തെറ്റ് അംഗീകരിക്കുന്നു. സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നു. അഞ്ജലിയോടും അല്ലാഹുവിനോടും ക്ഷമ ചോദിക്കാൻ മാത്രമേ തനിക്ക് കഴിയൂവെന്നും സുഫി കുറിച്ചു. സ്നേഹിക്കുകയും കരുതലേകുകയും ചെയ്യുന്ന കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടെ താൻ വേദനിപ്പിച്ചു. ഈ വർഷങ്ങളിൽ പിന്തുണച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളോടെല്ലാം കടപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് സ്വകാര്യത മാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞാണ് സുഫി തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത്. ന്യൂയോർക്കിലും സാൻ ഫ്രാൻസിസ്കോയിലുമായി വെഡ്ഡിംഗ് പ്ലാനിംഗ് മേഖലയിലാണ് അഞ്ജലി ജോലി ചെയ്യുന്നത്. ലൈഫ് സ്റ്റൈൽ ട്രാവൽ കണ്ടന്റ് ക്രിയേറ്ററാണ് സുഫി. ന്യൂയോർക്കിലാണ് സുഫി താമസിക്കുന്നത്. ഇരുവർക്കും സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സുമുണ്ട്. വേർപിരിയൽ പ്രഖ്യാപനം ഒരു പ്രാങ്ക് ആണെന്നാണ് പലരും കരുതിയത്. എന്നാൽ ഇത് പ്രാങ്ക് അല്ലെന്ന് അഞ്ജലി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.